കുഴപ്പമുണ്ടോ? സംസാരിച്ചു എന്ന് പറയുന്നു. അവർ ഇതിന് മുന്നേ ചെയ്ത ട്രിവാൻഡ്രം ഓടിച്ചു വന്ന സിനിമയിൽ അതിലപ്പുറമായിരുന്നു ദ്വയാർത്ഥ രീതിയിലുള്ള സംസാരവും പ്രവൃത്തിയും സിനിമ. അവർ റിയൽ ലൈഫിൽ ഇങ്ങനെ പറയും, സിനിമ ലൈഫിൽ അവർ വേറെ രീതിയിൽ ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ WC സംഘടനയിലുള്ള ഗീതു മോഹൻദാസ് മലയാളത്തിലെ കസബ എന്ന സിനിമയെ അവർ കൂട്ടമായി ആക്രമിക്കുകയും ചെയ്തു. അവർ അന്യഭാഷയിൽ പോയി വേറൊരു സിനിമ അതിനെതിരായി ചെയ്യുകയും ചെയ്തു. ഈ രീതിയിൽ നോക്കി കാണുമ്പോൾ അവർ റിയൽ ലൈഫിലുള്ള അതൊരു സിനിമയായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് അത് പൊതുജനങ്ങൾക്ക്? ഇത് ബോച്ചെ ഒരിക്കലും ഡബിൾ മീനിങ് പറഞ്ഞത് കൊണ്ടല്ല ഈ അറസ്റ്റും ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പുറകിൽ ഒരു അജണ്ട ഉണ്ട്, അദ്ദേഹത്തെ തകർക്കുക എന്നൊരു അജണ്ട ഉണ്ട്. ആ അജണ്ട ഇവിടെ നടപ്പിലാക്കി അതിനു വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരും പോലീസ് സംവിധാനങ്ങളെല്ലാം കൂടിയിട്ട് ഒത്തൊരുമിച്ച് നിന്ന് അദ്ദേഹത്തെ ഈ കേസിൽ ഒന്ന് കുരുക്കി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ സ്ക്വാഡൊക്കെ രൂപീകരിച്ച് ഒരു നിസ്സാര സമയം കൊണ്ട് ജാമ്യം എടുക്കുവാൻ പോലും അതിനുള്ള സമയം കൊടുക്കാതെ അദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റിയത്. ജാമ്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടും കൂടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ നിന്നുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല. ജഡ്ജി രാവിലെ ജാമ്യം കൊടുത്താൽ കൊടുത്തിട്ടുണ്ട്. ഓർഡറിന്റെ കള്ളാസും കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല ജയിലിൽ. ഓഫീസ് വർക്കിന്റെ അവിടെ നിന്നുള്ള വർത്തമാനങ്ങളില്ല. ബോച്ചക്ക് ദോഷം ചെയ്യരുത്. ഇവിടെ ഇത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് പേപ്പർ നാളെ ഉണ്ടാവുമെന്ന് പറയുന്നു. അല്ല ചേച്ചി ഒന്ന് എന്താ ഇന്ന് ഇത്ര നേരം കാത്തു നിന്നിട്ട് ബോച്ച ഇന്ന് റിലീസ് ചെയ്യത്തില്ലെന്നാ പറഞ്ഞത് ചേച്ചി. അല്ല വെയിറ്റ് ചെയ്ത് നാളെ നടക്കത്തുള്ളെന്നാണ് ഇപ്പൊ പോലീസുകാർ അറിയിച്ചത്. അതെ ചേച്ചി, പലരും പറയുന്നത് ഇപ്പൊ ബോച്ചയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പലരും പറയുന്നു. അതെ, നല്ല മനുഷ്യരുടെ രാഷ്ട്രത്തിന് പറയേണ്ട ആവശ്യമില്ല. പുള്ളി ഓർക്കുന്നത് നല്ലത് ചെയ്തിട്ടുണ്ട്, ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന്. പക്ഷെ അത് തെറ്റാണെന്ന് പുള്ളി ഇപ്പം ബോധ്യപ്പെടുത്തിയ ആൾക്കാർ എത്രയോ വീടുകളിൽ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അതെ, അല്ല എങ്കിലും ഇന്ന് അപ്പം വിധി കിട്ടിയിട്ടും അല്ലെങ്കിൽ ഒന്നും പറയാൻ എനിക്കറിഞ്ഞൂടാ. അല്ലെ പുള്ളിക്ക് ജാമ്യം കിട്ടിയിട്ടും ഇപ്പം പേപ്പർ ഇവിടെ എത്തിച്ചിട്ടും പോലീസിന്റെ പറഞ്ഞല്ലേ പറഞ്ഞത്, സൈൻ പറഞ്ഞിട്ടില്ല. 7 മണിയാകുമ്പോൾ മെയിൽ വരുമെന്നല്ലേ പറഞ്ഞു. എന്തായാലും 4 മണിന്ന് നിങ്ങൾ ചാനലുകാരും എല്ലാരും പറഞ്ഞിട്ടല്ലേ ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിക്കുന്നത്. മോശമായി. ഏതൊക്കെ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന, തൃശ്ശൂർ നിന്ന് തന്നെയല്ല ആൾക്കാർ വന്നത്, എത്രയോ ദൂരത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു നിരാശയില്ല. ഞാൻ ആത്മവിശ്വാസത്തോടെ ഇച്ചിരി കഴിയുമ്പോൾ ബോച്ച ഞങ്ങളുടെ കൂടെ വരും. പക്ഷേ അങ്കിലും ഇത് വൈകിപ്പിച്ച് നാളത്തേക്ക് ആക്കിയതിനോട് പ്രതികരിക്കുന്നില്ലേ? അല്ല പക്ഷേ പറയുന്നത് നാളെ ഇനിയും നിങ്ങൾക്ക് അങ്ങനെ പലതും പറയാലോ. ഇപ്പൊ ബോച്ച വരും, ഞങ്ങൾ ഇറങ്ങി, ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി മാറി നിൽക്കുന്ന ബോച്ച ഇറങ്ങിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് സങ്കടമില്ല. ഈ നേരം വരെ നിന്നിട്ട് ഞങ്ങൾക്ക് സങ്കടം തന്നെയല്ലേ. പലരും ഇന്ന് കിട്ടത്തില്ല, ജാമ്യം കിട്ടത്തില്ലെന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ഇവിടെ നിൽക്കും. ബോസിനെ ഇറങ്ങില്ലെന്നാ പറയുന്നത് പലരും. ഇറങ്ങുന്നില്ലെന്നാ പറയുന്നത്. നാളെ ഈ ജാമ്യം കിട്ടത്തോടെ നാളെ പുറത്തിറക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇറങ്ങും പറഞ്ഞു പോട്ടെ. ഞങ്ങൾക്ക് എന്താ, നിങ്ങൾ ഈ ചാനൽ പിടിക്കണ്ട, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും. നാളെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം. പിന്നെ നിങ്ങൾ എന്തിനാ ഈ ചാനൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്?